ഈ അടുത്ത് ഞാനൊരു പ്രസംഗം കേട്ടു. ഒരു യുക്തിവാദിയുടെ പ്രഭാഷണമാണ്. അദ്ദേഹം അതിൽ പറയുന്നത്, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഇരുമ്പിനെ ഇറക്കി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം ആ ആയത്തിനിക്കില്ല എന്ന് ഏതൊരാളും ചിന്തിച്ചു പോകുന്ന കാര്യമാണ്. സ്വാഭാവികമെന്നാണ് ഞാനും വിചാരിച്ചത്, ഇദ്ദേഹത്തിൻ്റെ ദുർവ്യാഖ്യാനമായിരിക്കും ഇത് എന്ന്. എന്നാൽ ഈ കാണുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് ഈ അടുത്ത് ഇബ്നു ബാസ് എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് ജീവിച്ച ഒരു വഹാബി പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ചെയ്യുന്ന യുദ്ധങ്ങളൊക്കെ, ഇദ്ദേഹം ചെയ്യുന്ന കൊടും ക്രൂരതകളെ ന്യായീകരിക്കാൻ വേണ്ടി ഇതെല്ലാം അല്ലാഹു തആല പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അല്ലാഹു തആല ഇദ്ദേഹത്തിനോട് ഇവരോട് കൽപ്പിച്ചതുപോലെയാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതല്ലേ, ഞങ്ങൾ ഇരുമ്പിനെ ഇറക്കി തന്നിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ട് എന്ന്. ആ ഉപകാരത്തിൽ പെട്ടതാണ് യുദ്ധം ചെയ്യൽ എന്ന് പച്ചയായ നിലയ്ക്ക് ഇദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതാവാകുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചെയ്തു പോയ ക്രൂരതകൾ, കൊലവിളി നടത്തിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും ന്യായീകരണമായി ഖുർആനിൽ നിന്ന് തന്നെ ഇവർ തെളിവുദ്ധരിക്കുകയാണ്, അല്ലെങ്കിൽ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. അതാണ് പറയുന്നത്, ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണക്കാരൻ, അതിനെല്ലാം കാരണമാകുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും ഉണ്ടായത് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നാണ്. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇതിന് മുമ്പ് എത്ര ഇമാമിയങ്ങൾ, എത്ര മുഫസ്സിരീങ്ങൾ, എത്ര ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാര് ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരാൾ പോലും ഇരുമ്പിനെ ഇറക്കി തന്നിട്ടുണ്ട് എന്ന ഖുർആനിലെ ആയത്തിന് വ്യാഖ്യാനമായി അത് മനുഷ്യനെ അകാരണമായി കൊല്ലാനുള്ള, യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ഒരാൾ പോലും പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞു വെക്കുന്നത് ഇവരാണ്, അല്ലെങ്കിൽ തുടങ്ങുന്നത് തന്നെ ഇവരാണ്. ഇസ്ലാമിന്റെ പേരിലുള്ള മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കാരണക്കാര് ഇവരാണ്. ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ് എന്ന് ലോക സമൂഹത്തിന്റെ മുമ്പിൽ കാണാൻ കാരണമാകുന്നതും ഇവരുടെ പ്രവർത്തനങ്ങളാണ്. അല്ലാഹു തആല ഇവരുടെ ശർറിൽ നിന്ന് പൊതുസമൂഹത്തെ